അപ്പം നമ്മുടെ പൊസിഷൻ നമ്മുടെ ട്രേഡിൻ്റെ കാര്യം പിന്നീട് നമ്മൾ മൂവ് ചെയ്തില്ലായിരുന്നു. 100 ആഡ് ചെയ്ത് 50 വരത്തില്ല. അപ്പം ഞാൻ ട്രേഡ് ഒന്ന് പോസ് ചെയ്തായിരുന്നു. ഈ വീക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് എത്ര മണിക്കാണ് ഈ ട്രേഡ് എടുത്തായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയാണ്. ഏതാണ് സൈഡ് വേസ് വെക്കുന്നു, ഡ്രോപ്പ് വീഴുന്നു, പിന്നെ നമ്മൾ അപ്സൈഡ് എടുക്കുന്നു. ഇത് പക്ഷേ പറ്റിപ്പോയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ, അതായത് 5 വെച്ചപ്പോൾ ഞാൻ ഇത്രയും കൂടെ കയറ്റി വെച്ചു. ഈ കറക്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെ ഇതങ്ങ് റിവേഴ്സായി. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം 1:2 കഴിഞ്ഞപ്പോഴേ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് ഇവിനിൽ നിന്ന് കുറച്ചുകൂടെ കയറ്റി വെച്ചു. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതെ ഈ $3 കറക്റ്റ് നിങ്ങൾക്ക് സമയം ഞാൻ കാണിച്ചു തരാം. സമയമൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അടിച്ചാണ്ടല്ലോ 3.60 കിട്ടിയ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഒരു പൊസിഷനോട് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് നിൽക്കണം ഇവിടെ എന്തുകൊണ്ട് എടുത്തതെന്ന്. എനിക്ക് ഫോർ ഷുവർ ഉറപ്പായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഞ്ച് ഇതിൻ്റെ ലോ എടുക്കുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു മൊമെൻറ്റം മിക്കപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഇങ്ങനൊരു സാധനം. അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ താഴോട്ട് എടുത്ത് വെച്ചു. ഞാൻ ഇവിടെ ഓർഡർ ഇട്ട് വെച്ചേക്കുന്നത്, ബൈ ലിമിറ്റ് ആയിരുന്നു ഇത്. ബൈ ലിമിറ്റ് ഇട്ട് വെച്ചു. അതിനെത്തി ഈ റേഞ്ച് നിങ്ങളുടെ ഞാൻ വെളിയിലങ്ങാണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെ ആയിരുന്നു 38 ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ ക്ലോസ് ചെയ്തിട്ട് 33. കാരണം ഞാൻ കണ്ടോ TP ഹിറ്റല്ലായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു, മാനുവലി ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അങ്ങനെ ഇപ്പോൾ T4 ആയിട്ടുണ്ട് അക്കൗണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വീക്ക് കൊണ്ട് നമ്മൾ ഈ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 300 വരയിൽ എത്തിക്കാൻ പറ്റുമോ നമ്മൾ നോക്കാം. പിന്നെ ഇതൊരു നല്ല ഇതിൻ്റെ പേര് ഞാൻ വിട്ടു, എന്നായിരുന്നു കുറേ നാളായിട്ടുള്ളായിരുന്നു, SRT പ്രൊഫൈൽ. ഇത് നൈസൊരു ടൂളാണ്. അതായത് നമുക്ക് ഏഷ്യൻ മാർക്കറ്റും നമ്മുടെ ഏതാണ് ലണ്ടനും പിന്നെ ന്യൂയോർക്ക് സെക്ഷനും എല്ലാം കാണിച്ചു തരുന്നൊരു സാധനമാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഏഷ്യൻ ലോ എടുത്തു, ലണ്ടനിൽ ലോ എടുത്തു. അപ്പോൾ ഇനിയും ന്യൂയോർക്ക് ഓപ്പണിങ് ലോവർ ലോയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് എനിക്ക്. അതിൻ്റെ മുന്നേ പറ്റിയാൽ ചിലപ്പം ഈ ഹൈ ഒന്ന് ടേക്കൺ ചെയ്യുമായിരിക്കും. ഞാനത് കാണിച്ചു തരാം. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ട. അപ്പം പറയാനുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം. സ്ഥിരമായിട്ട് നടക്കാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഏഷ്യന് ലണ്ടൻ വന്നു പിന്നെ ന്യൂയോർക്ക് വീണ്ടും ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണ നോർമലായിട്ട് നടക്കുന്ന കേസാണ്. പക്ഷേ അതൊരു നടക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടു. അതായത് അതിൻ്റെ നേരത്തെ ഒരു ഹൈ ടേക്കൺ ചെയ്തിട്ടാണ് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. പഴയ ഒത്തിരി ചാർട്ട്സ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ മേജർ ട്രേഡ്സ് ഉണ്ട്. അതായത് ഞാൻ ഈ ചാലഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലാതെ എൻ്റെ മേജർ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ട്രേഡ്സ് എടുക്കുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം 1:2 വെച്ചുണ്ട്. ഇത് സെയിം. ഇത് SL ഹിറ്റായിരുന്നു. ഇത് ഞാൻ ആ എക്സ്പെക്റ്റേഷനോടുകൂടി ഈ ഹൈ ഇതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് ആയിരിക്കും കൂടുതലെന്ന് വിചാരിച്ചു. പക്ഷേ ലോവർ ലോ അങ്ങ് പോയി. ഇതുപോലെ തന്നെ സെയിം എക്സ്പെക്റ്റേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇതുകൊണ്ടാണ് ഇതെന്താണ് നമ്മുടെ പാറ്റേൺസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാന്നുള്ളത്. ഇതിനകത്തൊരു 50% കിട്ടിയാൽ പോലും 1:3 1:2 RR ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു റേഞ്ച് നിൽക്കാൻ പറ്റും. സോ നമുക്ക് നോക്കാം ഇത് രണ്ടിൽ ഏതാണ് ഫസ്റ്റ് ടേക്കൺ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഈ ഹൈ ആയിരിക്കണം. ഇനി ഇവൻ്റ് ഒന്നുമില്ല. സോ ബേസിക്കലി വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു സാധനം കിട്ടേണ്ടതാണ്. ഓക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. ഇന്ന് 6/31 15-ാം തീയതിയാണ്. 15 ആയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്സൈഡിലുള്ള എക്സ്പെക്റ്റേഷൻ ആണ്. അല്ലെങ്കിൽ റിവേഴ്സ് എന്തെങ്കിലും കാണിക്കണം, നല്ലൊരു പുഷോ എന്തായാലും ഒരു കാണിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ കയറത്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ റേഞ്ച് ടേക്കൺ ചെയ്യേണ്ടതാണ്. വേണേൽ ഒരു ബൈ ലിമിറ്റ് ഇവിടെ ഇട്ടാൽ
എന്നിട്ടൊരു 6 വെച്ചാൽ 6, 26 അത്ര ഒന്നും പോരാ. ഒരു 10 വെച്ചിട്ട് 10, 10, 20 വരും. ഓക്കെ, ഇതൊരു നല്ല ട്രേഡാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് ഒരു ഓർഡർ ഇട്ട് വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കെയിൽ വെച്ച് നോക്കിയാൽ ഇനി ഇവിടുന്ന് എന്തേലും മൊമെൻ്റ് അവിടെ വരണം, അവിടെ വരെ വരണേ. 9% അപ്പ് 0.9 വരണം. അതിനുള്ള പോസിബിലിറ്റിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നോക്കാം, ലെറ്റ്സ് സീ. 5 മിനിറ്റ്സിലോട്ട് പോട്ടെ. വേറെ കാര്യമുണ്ട്, അത് ഇവിടെ അപ്പം എടുക്കണ്ട. ഈ ഓബിച്ചേട്ടനെ തൂക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മണ്ടേ വെച്ചേക്കുന്നത്. വേണേൽ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആണ്, ഞാൻ മിക്കവാറും ട്രേഡ് ലിമിറ്റ് ഇട്ട് വെച്ചിട്ട് ഞാനങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ഇട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുമായിരുന്നേൽ എന്താണ് നമുക്കത് ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു. 1 ലക്ഷം വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കി. തൽക്കാലത്തിന് ഞാൻ ഈ റേഞ്ചിൽ നിന്ന് ഓർഡർ ഇടാൻ പോവാണ്. വൺ ഈസ്റ്റ് 2 കിട്ടും, ഈസി 1:2. 2.5 വേണമെങ്കിൽ കിട്ടും, പിന്നെ വേണ്ട, നോക്കാം നമുക്ക്. അപ്പം GBP ഞാൻ ഗോൾഡ് തൽക്കാലം തന്നെ ചേഞ്ച് ചെയ്തു. വേറൊന്നുമല്ല, ഈ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യണേൽ ഗോൾഡിൽ കയറിയ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. 1000 എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയ അക്കൗണ്ട് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാതെ ടഫാണ്. ഇന്നത്തെ ഒരു ട്രേഡ്സിലൊക്കെ $2 ചാർജ് ആയിരുന്നു. അതാണ് എനിക്ക് ഈ യൂറോയിൽ ഏറ്റവും താല്പര്യമായിരുന്നൊരു കാര്യം. പിന്നെ പോട്ടെ, അതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹൈ. ഓക്കെ, എല്ലാവരും OB ഉണ്ടോ? എന്ത് ചെയ്യും നമ്മുടെ OB-കുട്ടൻ? അത് 1 മിനിറ്റിലായിരുന്നു അല്ലേ? മിനിറ്റിലൊന്നും അല്ല, ഇത് എവിടെയായിരുന്നു? അതങ്ങ് ഒത്തിരി വേണ്ടല്ലേ പോയി. ചാർട്ട് വ്യത്യാസമുണ്ടോ? 5 മിനിറ്റ്സ് ആണല്ലോ. ഓക്കെ, ഇതാണ് റേഞ്ച്. നമുക്കിവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കാം. കുറച്ചൊന്ന് നീട്ടി വെച്ചാൽ അല്ലേ? ഓക്കെ, ഇതാണ് റേഞ്ച് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. 1:10. ഓക്കെ, ഇത്തവണ ഗേറ്റ് വെച്ചാൽ 25 കിട്ടും അല്ലേ? ഓക്കെ, ഒരു $10 SL നമുക്ക് ടേക്കൺ ചെയ്യാം. ബൈ പെൻഡിങ് സ്ട്രെയിറ്റ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ താഴെ ഫീസ് നോക്കിക്കാളെ, അടിച്ച് കയറ്റുന്നതനുസരിച്ച് ഉണ്ടാവണം. എന്ത് ഫീസ്? ഇതിന് കുറവാണ് കേട്ടോ, 72 ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു റേഞ്ചാണ് കേട്ടോ. 26 ധാരാളം മതി. 26 ആണെങ്കിൽ 10 വരത്തില്ലല്ലേ? ശകലം കൂടെ ഒന്ന് ഇറക്കി. ഓക്കെ, 10 വരും. അപ്പം കൺഫേം. ഓക്കെ, ഉടനെ തന്നെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നല്ല പുഷ് വരേണ്ട സമയം എത്തുന്നു. അതായത് മിസ്സാണെങ്കിലും നമ്മൾ വീണ്ടും പുതിയ ട്രേഡിലൊന്നും പോകുന്നില്ല. നമ്മൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു.
കുറച്ചൊന്ന് ഇത് അപ്പ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൊരു പൊസിഷൻ ഉണ്ടായി കഴിയുമ്പോൾ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ആ ട്രേഡ് എൻട്രി ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, എൻട്രി ആയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും അത്രയ്ക്ക് ഹാപ്പി അല്ല, കാരണം വേറൊന്നുമല്ല, ജംസ് അടിച്ചു പോയി. ഓക്കെ, മൂവ്മെൻറ്റ് അങ്ങോട്ട് പോരാ. അതായത് ഒരു ഹൈക്കൂടുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ചിലപ്പോൾ നോക്കാം, നമുക്ക് ഇത്രയും ഡൗൺഫോൾ വന്നുകൊണ്ട് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ ലോ നമുക്ക് എടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കാണിച്ചു തരാം. പൊസിഷൻ എൻട്രി ആയിരിക്കുന്നത് $10 പ്രോഫിറ്റിലാണ്. ഓക്കെ, ഇതുകൂടെ ഹിറ്റ് ആയതായ പൊസിഷനൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഓപ്പൺ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഓപ്പണിംഗ് ടൈം 15.39. എല്ലാം അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, പെയിൻറ്റിങ്ങിനകത്തൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്, പക്ഷേ എന്താകും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ബാക്കി നമുക്കിനി പറയാം. ഇനി ഒരു അപ്പ് സൈഡ് കൂടെ വന്നാലും എനിക്കതിനകത്ത് വലിയ അതിശയം തോന്നുന്നില്ല, കാരണം ഈ ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ റിജക്റ്റ് ആയതുപോലെയാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുത്താലും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പം എന്താണ് ഈ ലോ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ഫർദർ അപ്പ് സൈഡ് പോകാൻ സാധ്യത. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ റേഞ്ചിൽ നിന്ന് കുറച്ചധികം അകലെയായിട്ട് SL വെച്ച് ടൈപ്പ് ചെയ്ത്. അല്ലെങ്കിൽ സാധാരണഗതി ഞാൻ മാക്സിമം ഒരു 5 ഒക്കെയാണ് SL വെക്കാറുള്ളത്. 0.5 ഒക്കെയാണ് SL വെക്കാറുള്ളത്. ഇപ്പോൾ 0.10 വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഗ്രീൻ വെച്ചേക്കുന്നത് ഇതാണ്, ന്യൂയോർക്ക് സെക്ഷനാണ്. ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഈ ലെവൽ ഹൈ ടാപ്പ് ചെയ്തിട്ട് ഇനി ലോ എടുക്കാൻ സാധ്യതയുള്ളതെന്നായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, ഇനി ഇവിടുന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഫർദർ ഈ ഡയറക്റ്റ് പോയിന്റിൽ നിന്ന്, അതായത് ഇത് കഴിഞ്ഞ ഡേയുടെ ലോ ആയിരുന്നു ഇത്, അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഇത് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും അപ്പ് സൈഡ് പോകാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. പക്ഷെ എന്തായാലും 1:1 ആയി. 1:1 ഇതിൻ്റെ ലോ എന്താവും നോക്കാം. വന്നിട്ട് നമുക്ക് 1:1ൻ്റെ എന്തായാലും SL കുറച്ച് വെച്ചേക്കാം. വേണമെങ്കിൽ ഈ ലോ എത്തുവാണെങ്കിൽ നമുക്ക് SL കുറച്ച് വെക്കാം. ഓക്കെ, കാരണം ഞാൻ പറയുന്നത് എനിക്ക് ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ചിലപ്പോൾ ഇനിയും ഒന്നുകൂടൊന്ന് ഇതിൻ്റെ ഹൈ കയറിയിട്ടേ പോകത്തുള്ളൂ എന്ന് ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ SL താഴോട്ട് ഇറക്കി വെക്കാത്തത്. നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഈ ട്രേഡ് TP ഹിറ്റ് ആണെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് 100% ഗെയിൻ നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ 50 ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ 2 ട്രേഡ് കൊണ്ട് 60 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 100% അപ്പാണ് അക്കൗണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇപ്പോഴും അതുപോലെ തന്നെ തട്ടിയും പൊട്ടി നിൽക്കുകയാണ്. ഇപ്പം $9 ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് നിൽക്കുകയാണ്. സോ ഞാൻ തൽക്കാലത്തിന് SL കയറ്റി വെക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇച്ചിരി എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു ചെറിയ അപ്പ് സൈഡ് വന്നിട്ടാണോ അതോ ഇനി മൊമെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും SL വെക്കാത്ത. ഈ റേഞ്ച് ടാപ്പ് ചെയ്യാനുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് ഹൈ കൂടുതലും. കാരണം ഈ ലോങ് ഒന്നും എടുക്കാനുള്ള ഒരു പവർ ഇല്ല. നമ്മുടെ യൂറോയിലൊന്ന് നോക്കിയിട്ട് യൂറോയിലെ ട്രേഡ് നല്ലൊരു ട്രേഡായിരുന്നു. രണ്ടും വേണേൽ കിട്ടിയാൽ ഇതുകൊണ്ടോ. അതായത് സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റ് ഇവിടം വരെയേ ഉള്ളൂ. പിന്നെ ഒന്ന് റേഷ്യോ കണക്കാക്കുക, കുറച്ചുകൂടെ RR കീപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഹൈ വരുമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ കയറ്റി വെച്ച്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് 2 ട്രേഡ് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ, ലീവ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ $10 നിൽക്കുന്നു. ഞാൻ SL എല്ലാം അവിടെ തന്നെയാണ് നിങ്ങൾക്ക് കാണാതെ കാണിച്ചു തരാം. SL അവിടെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇനി ഇതിനകത്തൊരു 9 മണി 10 മണി മാക്സിമം 11 o'clockനുള്ളിൽ എന്തായാലും ഞാൻ പൊസിഷൻസ് ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഹോൾഡിങ്സ് ഇല്ല, കാരണം വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. ഇനി എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു
ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ദിസ് റേഞ്ചിലും വേണം. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ പറയാം. 10 മണിയാവുന്നു. നമ്മുടെ പൊസിഷൻ തേങ്ങ തട്ടിയും മുട്ടിയും നിൽക്കുകയാണ്. സോ ലെറ്റ് സീ, ഞാൻ ആ പൊസിഷൻ കാണിച്ചു തരാം. ഇപ്പോൾ എത്ര ഡോളറിലാണ്? $6 എങ്ങാണ്ട് പ്രോഫിറ്റ് നിൽക്കുകയാണ്. നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ ഈ ഏരിയയുടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണേൽ നൈറ്റ് നമുക്ക് വേണേൽ ഒരു റോഡ് കൂടി ഇവിടം വരെ പ്രതീക്ഷിക്കാം. ജസ്റ്റ് എക്സ്പെക്റ്റേഷൻസ് മാത്രം. നോക്കാം നമുക്ക്. മേ ബി ഇതിങ്ങനെ അടിച്ചു കയറി വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തിന് ഇതിങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഈ വീഡിയോ മിക്കവാറും ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നാളെ അഥവാ നമ്മൾ 100 ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ 90 ആണെങ്കിലും നമ്മൾ 90 റേഞ്ചിലാണെങ്കിൽ നമ്മൾ $10 റിസ്ക് ചെയ്യുന്നത്. അഥവാ ഇതിൽ TP ഹിറ്റായി 110 നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും? നമ്മുടെ നെക്സ്റ്റ് ട്രേഡിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ $20 ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഒരു $50 നമ്മൾ $50 അല്ലെങ്കിൽ $60 പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തു. അപ്പോൾ ആ 60യുടെ 1/3 നമുക്ക് റിസ്ക് ചെയ്യാൻ നെക്സ്റ്റ് ട്രേഡ്. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, നമ്മുടെ സ്ട്രെയിം സ്ട്രാറ്റജി മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഏതാണ്? ഒരു സോണ് സൈഡ് വൈസ് ആവുന്നു. യൂറോയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ GBP മാത്രം നമ്മൾ നൈറ്റ് ജസ്റ്റ് പ്രൈസ് ആക്ഷൻ വെച്ച് യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫ്രൈഡേ കൊണ്ട് നമുക്ക് എത്ര വരെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, അതോ വീണ്ടും ലിക്വിഡേറ്റ് ആയി പോവോ ഇല്ലയോ നമുക്കറിയാം. ഓക്കെ, സ്റ്റേ ട്യൂൺ.